ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല രുചിയില്ലാത്ത നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ചാക്കിക്കോ, സ്കിപ്പ് ചെയ്യാണ്ട്. ഈ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ സ്റ്റൈലിൽ. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ ഓളിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിലേക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇനി നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ നമുക്ക് എല്ലാവരും ആയോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമാണെത്തി. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ ഞാൻ അരി എടുത്തിട്ടുണ്ട്, റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ട് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇവിടെ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് വാഷ് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് നല്ല വെള്ളം ഇതാക്കിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് 30 മിനിറ്റ് നമ്മൾക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കണം. പിന്നെ വേറെ ചട്ടി എടുത്തിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ജസ്റ്റ് നമുക്ക് ഇനി റോസ്റ്റ് ആക്കി എടുത്ത് വെക്കട്ടെ, മാറ്റി വെക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് കളർ മാറിക്കിട്ട് വേറെ നമുക്ക് റോസ്റ്റ് ആക്കിയിട്ട് ഇതേപോലത്തെ കളറായ ഒന്ന് നമുക്ക് മാറ്റിയെടുത്ത് വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് ഉണക്കമുന്തിരി കേട്ടോ. ഇത് പിന്നെ അങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റ് ഇതൊന്നും ഇല്ല. നിങ്ങളുടെ ഇഷ്ടത്തിൽ എത്ര നിങ്ങൾക്ക് ഇടാൻ തോന്നുന്നുണ്ട് അത് നിങ്ങൾക്ക് ആഡാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഇത്ര വേണം അങ്ങനെ നിർബന്ധിതൊന്നുമില്ല. ഇത് നിങ്ങളുടെ ചോയ്സ് തന്നെ. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വലിയ സബോള, പിന്നെ ഒനിയൻ, പിന്നെ ഇവിടെ 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ സ്ലൈസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5-6 ചെറിയുള്ളിക്ക് സ്ലൈസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമുക്ക് മതി തന്നെ. ഇനി നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഹോൾ ഗരം മസാല, അപ്പോൾ ഹോൾ സ്പൈസസ്. അപ്പോൾ 4-5 ഗ്രാമ്പു, 2 സ്റ്റിക്ക് സിനമൻ പട്ട, പിന്നെ 4-5 ഗ്രീൻ കാർഡമൻ. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് ഒരു ക്രാക്കലാകുമ്പോൾ ക്രാക്കലായ ശേഷം ഇതിലേക്ക് നമുക്ക് ഇടാൻ പോകുന്നത് വെല്ലുള്ളി. നമുക്ക് 1 ഒനിയൻ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലാണ് കേട്ടോ. നമുക്ക് കൂടുതൽ വെല്ലുള്ളിൻ്റെ ഇതൊന്നും ആവശ്യമില്ല, നമുക്ക് കുറച്ച് മതി കേട്ടോ. പിന്നെ ജസ്റ്റ് ഇതിലേക്ക് ഗോൾഡൻ ബ്രൗൺ അങ്ങനെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് 4-5 ചെറിയുള്ളി നമുക്ക് സ്ലൈസാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ആഡ് ആക്കിയിട്ട് അതേപോലത്തെ നമുക്ക് സെയിം 2 കൂടെ ഒരുമിച്ച് ചേർത്തല്ലേ മതിയാവും. പിന്നെ അതേപോലത്തെ നമുക്ക് വെളുത്തുള്ളി ജസ്റ്റ് പച്ച മണം മാറി കിട്ടുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇങ്ങനെ ബ്രൗൺ കളറ്, ഗോൾഡൻ ബ്രൗൺ കളറ് അങ്ങനെ കൂടുതൽ കളർ ഇതൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് പിങ്ക് കളറായാൽ മതി എനിക്ക്. ഇനിയിപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ 1.5 ഗ്ലാസ് അളവിന് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 4.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ചേർത്തി കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ നമുക്കൊന്നും ആവശ്യമില്ല, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അവനക്ക്. ഇനി നന്നായിട്ട് തള വന്ന ശേഷം നമുക്ക് വെള്ളം ബോയിലായ ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ വരെ ഞാനിപ്പോൾ ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് സീക്രട്ട് ടിപ്സ് ആണ് കേട്ടോ. നാരങ്ങ നീര് ചേർത്ത് നമുക്ക് ചോറല്ലേ നല്ല വൈറ്റ് കളറായിട്ട് നമുക്ക് കാണും. കളർ ഇതൊന്നും മാറി കിട്ടുന്നില്ല. നമുക്ക് ഇത് ഹോൾ ഗരം മസാല ഇതൊക്കെ നമ്മുടെ ചേർക്കുമ്പോൾ ഈ മസാലേൻ്റെ കളർ ഇതൊക്കെ പിടിക്കല്ലേ, അതൊന്നും പിടിക്കുന്നില്ല. നമുക്ക് അരി നന്നായിട്ട് വെള്ള കളറായിട്ട് നമുക്ക് നന്നായി കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നന്നായിട്ട് വെള്ളം തിളച്ച ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ അരി ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നെയ്ച്ചോറ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് നെയ്യ് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നെയ്ച്ചോറിൻ്റെ ഒരു നല്ല ഒരു സ്മെല്ലും നല്ല അറുമ ഇതൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ഇനി കുറച്ച് ഇതേപോലത്തെ നമുക്ക് നന്നായിട്ട് തിളച്ച ശേഷം ഇതിലേക്ക് മൂടി വെച്ചിട്ട് ഇതേപോലത്തെ കുറച്ച് വെള്ളം ഡ്രൈ ആയി കിട്ടുമ്പോൾ നമുക്ക് ഈ സ്റ്റേജ് ആകുമ്പോൾ ഹൈ ഫ്ലെയിം വെച്ചിട്ട് ഈ ചട്ടിൻ്റെ താഴെ നമുക്ക് വേറെ ഒരു തവ വെച്ചിട്ട് നമുക്ക് പഴയ ഏതൊരു ചപ്പാത്തി കല്ല്, ദോശ കല്ല് ഇതൊക്കെ ഉണ്ടാവില്ലേ, അത് ഇതിൽ താഴെ വെച്ചിട്ട് ഇതിൽ മേലെ നമുക്കൊന്ന് ദമ്മ് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ കുറച്ച് അരിക്ക് വെള്ളം ആവശ്യമാണ് ഇനി കുറച്ചുകൂടി. അപ്പോൾ ജസ്റ്റ് ഞാൻ മേലെ കൂടി ഇങ്ങനെ കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മേലെ കൂടെ ഇങ്ങനെ തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എത്ര മതി. ഇനി നമുക്ക്
കുറച്ച് നമുക്ക് നേരത്തെ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ടുള്ളൂ, അണ്ടിപ്പരിപ്പും മുന്തിരി ഇതൊക്കെ ആയിട്ട്. ഇനി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു 15 to 20 മിനിറ്റ്സ് മാത്രമേ നമുക്ക് 15 to 20 മിനിറ്റ്സ് ദമ്മിൽ ആക്കി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തുറന്ന് നോക്കട്ടെ. ദമ്മ് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാൻ മതിയിട്ട്. അപ്പം തന്നെ തുറക്കാൻ നിൽക്കണ്ട. അപ്പോൾ അങ്ങനെ ചെയ്ത ബിരിയാണി ആയ നെയ്ച്ചോറായ ഏതാരെയും നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നല്ല ഫ്ലേവർ ഇൻഹാൻസ് ആയിട്ട് വരും. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇനി ഒരു പ്ലേറ്റിൽ, സർവിങ് പ്ലേറ്റിൽ നമുക്ക് അരി എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ, എത്രയും നമുക്ക് കട്ട പിടിച്ചിട്ടില്ല, ഒന്നില്ല. എല്ലാ അരിനൊക്കെ എന്താ പറയുക, സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തനിയായിട്ട് വിട്ടായിട്ട് നമുക്ക് വെന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് ഇതേപോലത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ, എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇതിൽ കൂടെ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫോ അല്ലാണ്ട് എഗ്ഗ് കുർമ, ചിക്കൻ കുർമ എങ്ങനെ വേണമെങ്കിൽ ഇത് എൻജോയ് ആക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നുണ്ട് എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ. ഇത് ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ നിങ്ങൾ തീരെ മറക്കണ്ട. അപ്പോൾ ഇതുവരെ പുതിയ വ്യൂവേഴ്സ് എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിലേക്ക് പ്ലീസ് ചാനൽ വേഗം സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ ഇതേപോലത്തെ എല്ലാ ഡെയിലിത്തെ നല്ല വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ ഇനി ഞാൻ പുതിയ വീഡിയോയിലേക്ക് നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പി കൊണ്ടുവരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സ്റ്റേ ഹാപ്പി.